നമ്മൾ ഹെറിറ്റേജ് വില്ലേജിലേക്ക് പോവാണ്. അതിന്റെ ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നത്. We can park our car here. അപ്പൊ നമുക്ക് വില്ലേജിന്റെ ഉൾവശം കണ്ടാലോ? നമ്മൾ അത് തുറന്ന് കയറുകയാണ്. ഇത് ശരിക്കും എന്താണ് ആ പഴയ മെറ്റീരിയൽ ഒക്കെ സെയിം യൂസ് ചെയ്തിട്ടുള്ള റീക്രിയേറ്റ് ചെയ്ത ഒരു ഹെറിറ്റേജ് വില്ലേജ് ആണ്. ഇത് നമ്മുടെ പന പോലെ ഉണ്ടാക്കിയത്. എനിക്കാണ് ഇതിന്റെ നമ്മുടെ ക്യാൻഡിൽ കത്തിക്കാനായിരിക്കും തോന്നുന്നു, വിളക്ക് കത്തിക്കാനായിട്ട്. കാരണം വെളിച്ചത്തിന് വേണ്ടിയിട്ട്. ഐ തിങ്ക് സോ. എനിക്കാണ് ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെ പല വീടുകളുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. Everything is almost the same. Yeah, same design, same structure. Go another. A small one. No difference. Same. ഇടവഴിയിലൂടെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതിന്റെ ഈ ഒരു ഇത് ശരിക്കും സിമെന്റ് ആണെന്ന് തോന്നുന്നു, പക്ഷെ ആ ഒരു സെയിം കളർ, ഓൾഡൻ കളർ കിട്ടാനായിട്ട് എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൻപുറത്ത് പണ്ടുണ്ടായിരുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുന്ന ഒരു പ്രതീതി. പല വീടുകള്, ഒരു കോമ്പൗണ്ടില് പല വീടുകൾ. സ്കൂൾ കെട്ടിടം പോകുന്നുണ്ട്. ഒരു സ്മോൾ റൂമാണ്, വളരെ ചെറിയ റൂം. കുറച്ചുകൂടെ വലിയൊരു റൂം, കുറച്ച് നീളമുള്ള റൂം. പുറത്ത് ഔട്ട്സൈഡിൽ എന്തോ ഇവന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഐ മീൻ അതിനുള്ള അറേഞ്ച്മെന്റ്സ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഈ പ്ലേസ് റെന്റിനൊക്കെ കൊടുക്കുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ഒരു പഴയ കാലഘട്ടം കാണിക്കാനായിട്ട് ഇതൊക്കെ അടിപൊളിയാണ്. ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടോ. നമ്മൾ വീണ്ടും അടുത്ത ഇടവഴിയിലൂടെ പോവുകയാണ്.
വില്ലേജ് ഡേയ്സ്. എന്റെയൊക്കെ നാട് ഇപ്പോഴും വില്ലേജ് തന്നെയാണ് കേട്ടോ. എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷെ ആ ഒരു എന്താണ് പഴയ കാലഘട്ടം ആ ഒരു കളറും ഒക്കെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് പണിത്. എന്താണിത്? സംതിങ് എൽസ്, സ്മോൾ വൺ. മോമിന്റെ മനയിലേക്ക് സ്വാഗതം. അതെ, റാന്തൽ വിളക്കുകൾ. മനയിൽ നിന്ന് നമുക്ക് പോകാം. അടുത്ത സ്ഥലത്ത് പോകാം. അടുത്ത വീട്ടിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു പഴയ ഒരു എന്താണ് ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കാം വീടുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അത് അതേപടി റീക്രിയേറ്റ് ചെയ്തേക്കുവാണ്. പക്ഷെ ഇതിലൊക്കെ ഇല്ല. നല്ല ഭംഗിയോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഈ വില്ലേജിന്റെ ഏരിയ ആണ് കേട്ടോ. ഇത് ഒരുപാടുണ്ട്. നടന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ മടുത്തു പോകും. ബാക്ക് സൈഡിൽ ഒരു വലിയൊരു മൗണ്ടൻ. അടുത്ത മനയിലേക്ക് പോകാം. ഇത് സംതിങ് ഡിഫറൻറ്റ്. ഇതാ മറ്റേ എന്താണ് പനയോല കൊണ്ട് മേഞ്ഞതല്ലോ, കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടേക്കാം. സെയിം തന്നെ, പക്ഷെ അതിൻ്റെ മുകളിൽ എനിക്കണം മണ്ണിട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷെ മുകളിൽ അടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓല വിരിച്ച് പിന്നെ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും തേച്ചിട്ടുണ്ടായിരിക്കണം. ഏരിയ ഒരുപാടാണ്. I think this way.
ഏരിയ ഒരുപാടുള്ളതുകൊണ്ട് നമ്മൾ ഇനി കാറിൽ നടന്ന് കാണാൻ പോവുകയാണ്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ സിമിലർ ആണ്. പിന്നെ ഏരിയ ഒരുപാടുണ്ട്. അപ്പം കുറച്ചുകൂടെയൊക്കെ നടന്ന് കാണാൻ പറ്റുന്നതാണെങ്കിൽ കാണാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ഷെയ്ക്കിൻ്റെ ഒരു വീടും ഇതിനകത്ത് ഉള്ളിൽ തന്നെ ഉണ്ട്. അവർ അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് എന്തോ ഇവൻ്റ് നടക്കുന്നതുകൊണ്ട് അതിനകത്തേക്ക് പോകാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. എനിവേ ഓൾമോസ്റ്റ് എല്ലാം കണ്ടു തീർന്നു. അപ്പം ഇനി നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഈ ഒരു പ്ലേസൊക്കെ എൻറ്റയർലി ഫ്രീ ആണ്. 1 രൂപ 1 ദിറം പോലും നിങ്ങൾക്ക് മുടക്കണ്ട. വരിക, കാണുക, എൻജോയ് ചെയ്യുക. വിത്ത് ഫാമിലിയോട് കൂടി ഫ്രണ്ട്സുമായിട്ടും കുട്ടികളും ഒക്കെ ആയിട്ട് വന്ന് പഴയ ഓൾഡൻ ഡേയ്സ് ഒക്കെ കാണിക്കുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.